ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അനർബികൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കരുതേ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ അതിന് മറുപടി കൊടുത്തു. ഖിയാമീ ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു അജ്ബതു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മു യറാ ഹാദൽ ജമാല വലാ യഖൂമു. ശരിക്കും മനസ്സിലാക്കണം. അവിടുത്തെ അദബ്, തങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞാൽ ആ ആജ്ഞ സ്വീകരിക്കലാണ് അദബ്. പക്ഷേ ആ ആജ്ഞ സ്വീകരിക്കൽ ഇംതിഥാലാണ്, തങ്ങളുടെ നിയമം അംഗീകരിക്കൽ ഹുക്കുമാണ്, ശർഇൻ്റെ ഹുക്കുമാണ്, അല്ലേ? നേരെ മറിച്ച് പുണ്യ ഹബീബിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് ഹബീബിനോട് അദബ് കാണിച്ചുകൊണ്ട്, ഹബീബിൻ്റെ അമ്രിനപ്പുറം അദബ് കാണിച്ചുകൊണ്ട് മറുപടി കൊടുത്തിട്ടുണ്ട് മഹാന്മാരായ സ്വഹാബിമാർ. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവർ പാടുകയാ, സ്വഹാബിയാണത്. ഖിയാമീ ലിൽ അസീസി അലയ്യ ഫർളു, എൻ്റെ പ്രിയപ്പെട്ടവരായ നബിയേ, അങ്ങയെ കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് നബിയേ. അത് ഞങ്ങളുടെ ബാധ്യതയാണ്. അങ്ങ് ഇരുന്നോളൂ എന്ന് പറയും, പക്ഷെ എഴുന്നേൽക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. വതർകുൽ ഫർളി മാ ലാ യസ്തഖീമു, നിർബന്ധമായത് ചെയ്യാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ ആജ്ഞ അനുസരിക്കുകയാണ് എന്ന വിധേന അങ്ങയെ കാണുമ്പോൾ, എഴുന്നേൽക്കാതെ ഇരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട് നബിയേ. യറാ ഹാദൽ ജമാല വലാ യഖൂമു, ഈ സൗന്ദര്യം കാണുമ്പോൾ, ഈ ഗാംഭീര്യം കാണുമ്പോൾ, ഈ മഹത്തരമായ അള്ളാഹു നൽകുന്ന ഖൽഖിൻ്റെയും ഖുൽഖിൻ്റെയും ഹുസ്ന് കാണുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇരിക്കാൻ കഴിയുന്നത്? ഞാൻ ഇരിക്കൂല നബിയെ, അങ്ങയെ കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കും. അങ്ങയുടെ കൽപ്പന എഴുന്നേൽക്കരുത് എന്നാണെങ്കിലും കൽപ്പനയേക്കാൾ വലുതാണ് അദബ് കാണിക്കേണ്ടത് എന്ന് സ്വഹാബിമാർ കാണിച്ച മാതൃകയാണ്. ഇത് ഹുബ്ബാൻ. തങ്ങൾ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാതിരിക്കല്ലേ വേണ്ടത് എന്നവിടെ ചോദ്യം ഉന്നയിക്കാം. സ്വഹാബികൾ എന്ത് ചെയ്തു? അവർ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. എങ്ങനെ എഴുന്നേൽക്കാതിരിക്കാം? ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.